സുരേഷ് ഗോപിയൊക്കെ വോട്ട് ചെയ്യുന്ന മേയർ സ്ഥാനാർത്ഥിയായി BJP മുൻനിർത്തിയിരിക്കുന്ന ശ്രീലേഖയൊക്കെ വോട്ട് ചെയ്യുന്ന ബൂത്തിലാണ്. അവിടെ തിരക്ക് രാവിലെ മുതൽ അല്പം ചെറിയൊരു ക്യൂ ഒക്കെ രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ക്യൂ ഒക്കെ ഉണ്ട്. അല്പസമയം കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കണം. തിരുവനന്തപുരം ശാസ്താമംഗലത്ത് നിന്നാണ് അരുൺ ചേർന്നത്. ഡാൻ കുര്യനുള്ളത് നമുക്ക് ഡാനി പോളിലേക്ക് പോകണം. പറവൂരിലാണ് ഡാനി പോൾ ഉള്ളത്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു ബൂത്താണ് എന്ന് മനസ്സിലാക്കണം. അവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തേക്കാർ നേരത്തെ പറഞ്ഞു വലിയ ശക്തമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്നു. സമാനമായി തന്നെ എറണാകുളത്തും അവിടെ ഇത്തവണ വലിയ പോരാട്ടമായിരുന്നു. ഇത്തവണ NDA അല്ലെങ്കിൽ BJP വലിയ പ്രതീക്ഷ ആ മേഖലയിലും അർപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. LDF ഭരിക്കുന്ന കോർപ്പറേഷനാണ് കൊച്ചി, നമുക്കറിയാം. അത് വർഷങ്ങളായി ഭരിച്ചിരുന്ന UDF പിടിച്ചെടുത്തതാണ്. ഇത്തവണ UDF രണ്ടും കൽപ്പിച്ചാണ്. LDFും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. BJPയുടെ സ്ഥാനാർത്ഥികളും പല സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ രാവിലെ കുറച്ച് ആളുകളെ കാണാം ഡാനിയുടെ തൊട്ട് പുറകിൽ. ഒരു ക്യൂ ഒക്കെ രൂപപ്പെട്ട് തുടങ്ങിയോ? സാധാരണ ഈ 7 മണി സമയത്തേക്ക് ഒക്കെ ആളുകൾ വന്ന് തിരക്കിനൊക്കെ മുമ്പ് വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. അത് കാണുന്നുണ്ടോ അവിടെ? അത്തരമൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട്ടിലേക്ക് തന്നെ എത്തി തുടങ്ങുന്നു എന്ന് തന്നെയാണ്. രാവിലെ ഇപ്പോൾ നമ്മൾ പറവൂരാണ്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച ശരിയാണ്. പറവൂര് പ്രതിപക്ഷ നേതാവിൻ്റെ ആ ബൂത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. KCD ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുന്നിടത്താണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ശക്തമായ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന ഒരു ഇടമാണ് എറണാകുളം ജില്ല. കാരണം ജില്ലയിൽ വലിയ രീതിയിൽ UDFന് ഒരു മേൽക്കോയ്മയുണ്ട് എന്ന് നമുക്കറിയാം. പല കാലങ്ങളിലായിട്ട് അത് പലപ്പോഴും തന്നെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായൊരു പോരാട്ടം എല്ലാ കാലത്തും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരിടം കൂടിയാണ്. ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിൽ 2220 വാർഡുകളിലായി 7374 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ജില്ലയിൽ 26 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഉള്ളത്. ജില്ലയിൽ ആകെ 3021 പോളിംഗ് സ്റ്റേഷനുകളും ഇതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു നില എന്ന് പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം. അതെടുത്ത് പറയേണ്ടത് കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഒരു മേഖലകളിൽ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നെല്ലാം തന്നെ പറയാവുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല എന്ന സൂചനകൾ തന്നെയാണ് പൊതുവിലുള്ളത്. കാരണം കഴിഞ്ഞ തവണ വിമതരുടെ ശല്യം അടക്കമുണ്ടായിരുന്നു. പക്ഷേ ആ UDF വിമതർ തന്നെ ഇടത് പാളയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ ഏത് വിധേനയും തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു പോരാട്ടവും ശ്രമവും എല്ലാം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ശക്തമായ ഒരു മത്സരം കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു. ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായിട്ട് UDFൻ്റെ ഒരു കുത്തക എന്നെല്ലാം തന്നെ പറയാവുന്ന ഒരു മേഖലയാണ്. അതിൽ ഇത്തവണയും ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പോളിംഗ് നടപടികളിലേക്ക് കടക്കുകയാണ്. ഇവിടെ 7 മണിയായി കഴിഞ്ഞു. പോളിംഗ് നടപടികൾ രാവിലെ മുതൽ തന്നെ മോക്ക് പോളിംഗ് അതിൻ്റെ തിരക്കുകളും മറ്റുമായിരുന്നു. ഇപ്പോൾ പോളിംഗ് നടപടികൾ, അതായത് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു, വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യം 7 മണിക്ക് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടപടികൾ ആരംഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദ്യോഗസ്ഥരുടെ ഊഴമാണ്, വോട്ടർമാരുടെ ഊഴമാണ്. ഇനിയും വളരെ സുഗമമായി കൃത്യമായി തന്നെ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളത്. കൃത്യം 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നടപടികൾ നീണ്ടു നിൽക്കുക. ഡാനി, തുടരാം. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതിൽ മോക്ക് പോളിംഗ് എല്ലാം കഴിഞ്ഞ് സജ്ജമായ ഇടങ്ങൾ. അവിടേക്ക് ഇപ്പോൾ മോക്ക് പോളിംഗ് കഴിഞ്ഞ് പോളിംഗ് തുടങ്ങിയിരിക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ അതിൻ്റെ ഒരു നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മുതിർന്ന പൗരന്മാരുൾപ്പെടെയുള്ളവരാണ് കൂടുതലായിട്ട്. കാരണം രാവിലെ ഒരു തിരക്ക് ഒഴിയുന്ന ഒരു സമയം എന്ന രീതിയിലാണ് കാണുന്നത്. അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും തിരക്ക് വരാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് ഈ മേഖലകളിലേക്കെല്ലാം വരുമ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയുടെ നഗരത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് പറവൂർ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ കഴിയുമ്പോൾ തിരക്ക് ഒഴിയുന്ന തിരക്ക് കൂടുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ്
വന്നിരിക്കുന്നു എന്നതാണ്. അതാ ഒരു വലിയ സന്തോഷത്തിൽ പോളിംഗ് ആദ്യത്തെ വോട്ട് ചോദിച്ചോളൂ. അതൊരു ആഗ്രഹമാണ്. നടക്കാറുണ്ട്. അതെ, ഞാൻ 5:30 കൂടെ എത്തും. അതെ, ശ്രമിക്കാറുണ്ട്, നടക്കാറുണ്ട്. വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് പങ്കുവച്ചത്. കാരണം നാളുകളായിട്ട് ഈ ഒരു ആദ്യ വോട്ടർ, ഈ ബൂത്തിലെ ആദ്യ വോട്ടർ എന്നൊരു ശീലം അദ്ദേഹം തെറ്റിക്കാറില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ രീതിയിലേക്കാണ് ഇങ്ങനെ ഇത്തരം ഒരു സന്തോഷങ്ങളും എല്ലാം തന്നെ നിറയുന്ന ഒരു ഇടം കൂടിയാണ്. ചില കൃത്യമായി വോട്ട് ചെയ്ത് പോകുന്നവർ കൂടുതലായും തന്നെ മുതിർന്ന പൗരന്മാർ തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നു, പുതിയ ആളുകൾ, പുതിയ ഒരു കാലഘട്ടം പലരും തന്നെ തെരഞ്ഞെടുപ്പിനോട് വലിയ രീതിയിലുള്ള ഒരു ആഭിമുഖ്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ ഒരാക്ഷേപമായിട്ട് ഉന്നയിക്കാറുണ്ട്. എന്തായാലും അതും മാറി വരട്ടെ. കാരണം ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവരും ഇതിലേക്ക് തന്നെ വന്നു നിന്നുകൊണ്ട് വോട്ടെടുപ്പിലേക്കെല്ലാം തന്നെ സജീവമാകേണ്ടതാണ്. ഏതായാലും കുറച്ചുകൂടി മുതിർന്ന പൗരന്മാർ തന്നെയാണ് ഇതിനോട് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ പോളിംഗ് സ്റ്റേഷനിലേക്കും ബൂത്തുകളിലേക്കും എല്ലാം എത്തുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുന്നു അത് തന്നെയാണ്. ഇവർ കൃത്യമായി രാവിലെ തന്നെ വന്ന് ആ ഒരു കാര്യം, മറ്റ് തിരക്കിൽപ്പെട്ട വോട്ട് നഷ്ടമാവരുത് എന്ന കൃത്യമായ ഒരു സന്ദേശവും എല്ലാം തന്നെ നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് വരികയാണ് എന്നാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. വാശിയേറിയ പോരാട്ടം നടന്ന തെക്കൻ ജില്ലകളിൽ, വാശിയേറിയ പ്രചരണം നടന്ന തെക്കൻ ജില്ലകളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, പൗരന്മാരുടെ ജനാധിപത്യ അവകാശം, അവരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അവരുടെ മനസ്സ്, അവരുടെ അവകാശം വിനിയോഗിക്കാനുള്ള സമയം ഇന്ന് അവരുടെ ദിവസമാണ്, വോട്ടർമാരുടെ ദിവസമാണ്. അവർ തീരുമാനിക്കും തങ്ങളെ ഇനി ആര് ഭരിക്കണം എന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വോട്ട് ചെയ്യാനായി എത്തുന്നു. അദ്ദേഹം അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിഷയം UDFനെ ചില്ലറയൊന്നുമല്ല കുഴപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല സ്വർണ്ണക്കള്ള LDFന് വിശദീകരിക്കാൻ, പല വീടുകളിലും എത്തി വിശദീകരിക്കാൻ വലിയ പാടുപെട്ട സന്ദർഭം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വേള. അങ്ങനെ രണ്ട് മുന്നണികൾക്കും ഒട്ടും ഹിതകരമല്ലാത്ത പല സംഭവവികാസങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇവിടെ. ഇതിലേതാണ് ജനത്തിന് കൂടുതൽ വോട്ട് ചെയ്യാൻ ജനത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. നമുക്കറിയാം, ഭരണവിരുദ്ധ വികാരത്തിൽ അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. നിയമസഭയിൽ അധികാരത്തിലെത്തുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനുള്ള സെമി ഫൈനലായി ഈ പോരാട്ടത്തെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ സമരവീരത്തിൻ്റെ അല്ലെങ്കിൽ പോരാട്ടവീരത്തിൻ്റെ ഒരു ഉരകല്ലായി പോലും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാകാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുൻപ് നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ വിജയം UDFന് സമ്മാനിച്ചു എങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനം എന്ത് കരുതും, എന്ത് വിചാരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ അരുണൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 5-6 മാസം മുൻപാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ ജനമനസ്സറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളായി കൂടി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. നടൻ സുരേഷ് ഗോപി, നടൻ തൃശൂർ MP, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാസ്തമംഗലം വാർഡിലെ തൻ്റെ ബൂത്തിൽ സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നു. രാവിലെ തന്നെ അദ്ദേഹം ക്യൂ നിന്ന് ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും ഒപ്പമാണ് ബൂത്തിലേക്ക് എത്തിയത്. ഇന്ന് പാർലമെൻറ്റ് സമ്മേളനമുള്ള ഒരു ദിവസമാണ്. പാർലമെൻറ്റിൽ ഇന്ന് SIRമായി ബന്ധപ്പെട്ട്, സമഗ്ര വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 10 മണിക്കൂർ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി പക്ഷേ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനുശേഷം മറ്റൊന്ന് വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച രാജ്യസഭയിലുമുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം കൂടി കേന്ദ്രമന്ത്രിക്കുണ്ട്. ഒരുപക്ഷെ ഇതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്കായിരിക്കും യാത്ര തിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.